നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 78 ശ്ലോകം 7, 8, 9, 10. തവ ഹൃദാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃപോധുനാ. അയി കൃപാലയ പാലയ മാമിതി പ്രജഗദേ ജഗദേകപതേ തയാ. അശരണാം യദി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം. ഇതി ഗിരാസുതനോരതനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം. അകഥയസ്ത്വമഥൈനമയേ സഖേ തദധികാ മമ മന്മഥവേദനാ. നൃപസമക്ഷമുപേത്യ ഹരാമ്യഹം തദയിതാം ദയിതാമസി തേ ക്ഷണാം. പ്രമുദിതേന ച തേന സമം തദാ രഥഗതോ രഘുരുകുണ്ഡിനമേയിവാൻ. ഗുരുമരുത്പുരനായകമേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം. തവ ഹൃദാ അസ്മി പുരാ ഏവ ഗുണൈഃ അഹം ഹരതി മാം കില ചേതി നൃപഃ അധുനാ. അയി കൃപാലയ പാലയ മാം ഇതി പ്രജഗദേ ജഗദേകപതേ തയാ. അശരണാം യദി മാം ത്വം ഉപേക്ഷസേ സപദി ജീവിതം ഏവ ജഹാമി അഹം. ഇതി ഗിരാ സുതനോഃ അതനോദ് ഭൃശം സുഹൃത് അയം ഹൃദയം തവ കാതരം. അകഥയഃ ത്വം അഥ ഏനം അയേ സഖേ തത് അധികാ മമ മന്മഥ വേദനാ. നൃപ സമക്ഷം ഉപേത്യ ഹരാമി അഹം തത് അയി താം ദയിതാം അസിത ഇക്ഷണാം. പ്രമുദിതേന ച തേന സമം തദാ രഥഗതഃ ലഘു കുണ്ഡിനം ഏയിവാൻ. ഗുരുമരുത്പുരനായക മേ ഭവാൻ വിതനുതാം തനുതാം നിഖില ആപദാം. പദങ്ങൾ. ഹരേ കൃഷ്ണ. ഇപ്പോൾ രുക്മിണിയോട് സന്ദേശമാക്കും അടുത്ത 2 ശ്ലോകത്തിൽ. അഹം തവ ഗുണൈഃ പുരാ ഏവ ഹൃദാ അസ്മി. ഹേ കൃഷ്ണ, நான் உங்களோட குணங்களெல்லாம் கேட்டு கேட்டு ரொம்ப நாள் முன்னாடியே என்னோட മനസ്സ് நான் கிருஷ்ணனுக்கு தந்தாயச்சு. என்னோட മനസ്സിലെ കൃഷ്ണൻ മാത്രം தான் ഇപ്പം ഇരിക്കാർ. അധൂനാ ചേതി നൃപഃ മാം ഹരതി കില. இப்போ அந்த சேதி ராஜாவான சிசுபாலன் என்னை இங்கேருந்து அபகரிக்கிறதுக்கு இங்கேருந்து எடுத்துன்னு போறதுக்காக வந்திருக்க வரப்போறானா. അയി കൃപാലയ മാം പാലയ ഇതി. ഹേ ഭക്തവത്സല, ഞാനിപ്പോൾ ധർമ്മസങ്കടത്തിലേക്ക് എന്നോട് മനസ്സ് ഞാൻ കൃഷ്ണനുക്ക് സമർപ്പിച്ചാച്ച്. ഞാൻ എന്നെ എടുത്തുകൊണ്ട് പോർത്തുകതാ ഇങ്ങ ശിശുപാലൻ വന്നിരിക്കാൻ. അപ്പോഴുള്ള ധർമ്മസങ്കടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഹേ ജഗദേകപതേ തയാ പ്രജഗതേ. ലോകത്തുക്കെല്ലാം നാഥനാണ്, ജഗത്തുക്കെല്ലാം നാഥനാണ്. ഹേ കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാൻ ഉങ്ങളുടെ പ്രാർത്ഥന പണിക്കറേ. എന്നെ പ്രാർത്ഥന പண்றேன். യദി ത്വം അശരണാം മാം ഉപേക്ഷസേ. നിങ്ങൾ ഒരു ദയയും ഇല്ലാതെക്ക് ഉങ്ങളെ ശരണം പ്രാപിച്ച എന്നെ ഉപേക്ഷിക്കറ. അപ്പടിന്നാനാ അഹം സപതി ജീവിതം ജഹാമി ഏവ. ഉടനെ ഞാൻ இந்த ശരീരത്തിലേന്ത് എന്നോട് ചൈതന്യത്തെ വെളിയിൽ കൊണ്ടുവന്നൂടി. இந்த ശരീരത്തിലോ എല്ലാവരും പാത്തുന്നിരിക്ക. அந்த ശരീരത്തെ ഞാൻ ഇങ്ങനെ
ഉപേക്ഷിച്ചു വിടുവേൻ. ഇതി സുതനോഹോ ഗിര അയം സുഹൃത്. ഇപ്പിടി അന്ത രുക്മിണിയോട് വാക്കുകള് സുഹൃത്താന സ്നേഹിതനാന അന്ത ബ്രാഹ്മണൻ തവ ഹൃദയം വൃഷം കാതരം അതനോത്. ഭഗവാനോട് മനസ്സ്, കൃഷ്ണ മനസ്സ് അനുകമ്പാർദ്രിതമാകത്തക്കനെയാ ആക്കും അന്ത ബ്രാഹ്മണൻ ഇങ്ങ വന്നത് അവതരിപ്പിച്ചത്. ഇതൊക്കെ എന്നാ ചൊല്ലുവാന്നാ, സീതയെയും രാമരെയും ഒരു ബ്രാഹ്മണനാക്കും എന്നോ ചൊല്ലി വേർതിരിക്കരുത്. കാരണം അങ്ങ എന്താ വേഷപ്രച്ഛന്ന ഭഗവാൻ രാമൻ നടന്നിരിക്കരുത്. ഒരാത്തില് കേപ്പ നീ ഇത്ര നാളേക്ക് സീത രാവണനോടങ്ങ് ഇരുന്നിട്ട് തിരുമ്പി വന്നോടനെ എത്തുന്ന മാതിരി നാനെന്ന രാമനൊന്നും ഇല്ലേ അപ്പടിന്ന് ചൊന്നപ്പോഴേക്കും രാമൻ സീതയെ ലക്ഷ്മണന്റെ ചൊല്ലി കാട്ടിൽ കൊണ്ടുപോയി വിടുക. അപ്പൊ അതേ ബ്രാഹ്മണൻ എന്താ അടുത്ത യുഗത്തില് എന്താ കൃഷ്ണനെയും രുക്മിണിയും ചേർത്ത് വെക്കறதுക്കാ വേണ്ടി വന്നിരിക്കാര. പിന്നെ ബ്രാഹ്മണൻ ഇതെല്ലാം ചൊന്ന ഉടനെ ഭഗവാനുക്ക് അപ്പടിയെ താങ്ക മുടിയലയാ. അഥ ത്വം ഏനം അകഥയഃ. ഭഗവാൻ എന്താ ബ്രാഹ്മണന്റെ ചൊല്ലറാരാം, അയേ സഖേ ഹേ സ്നേഹിത മമ തത് അധികാമന്മത വേദന. அவளுக்கு இருக்கிறதே விட காமதாபம் இப்ப எனக்கு வந்திருக்கு. இந்த ருக்மிணிக்கு இருக்கிறதே விட காமதாபம் எனக்கு இருக்கு. தது அயி அகம் உபேத்ய. நான் அந்த ருக்மிணிய உபேட்சிச்சால் அவள் இருக்க மாட்டேன்னு வர சொல்லியிருக்கா. அதனால நான் அங்க வந்து நிருபசமக்ஷம் அந்த ராஜாக்கന്മാരെല്ലാം പാത്തുന്നു നിൽക്ക. അസിതേക്ഷണാം ദയിതാം താം ഹരാമി. സുന്ദരിயான அந்த ருக்மிணிய நான் அங்கேருந்து എടുത്തു വന്നുകൊണ്ടേன். അതായത് ഇങ്ങ രാക്ഷസവിധി പ്രകാരമാക്കും രുക്മിണിയും കൃഷ്ണനുമുള്ള വിവാഹം. എല്ലാവരും പാത്തുന്നിരിക്കെ അങ്ങേത് തട്ടി കൊണ്ടുവരപ്പെട്ടത്. പ്രമുതി ഹേ ഗുരുമരുത്പുര നായക, ഹേ ഗുരുവായൂരപ്പ, തഥാ പ്രമുദിതേന തേന ച സമം. അന്ത സമയത്തിലെ സന്തുഷ്ടനാന അന്ത ബ്രാഹ്മണനോടുകൂടി രഥഗതഃ ലഘു കുണ്ടിനം ഏയിവാൻ ഭവാൻ. തേരിലേറി ബ്രാഹ്മണനെയും ഏറ്റിന്ത് താനും തേരിലേറി ഒരു നിമിഷത്തില് കുണ്ടിനത്തേക്ക് കിളമ്പി വിടുറാർ ഭഗവാൻ കൃഷ്ണൻ. മേ നിഖിലാപദാം തനുതാം വിതനുതാം. അപ്പടിയുള്ള ഹേ ഗുരുവായൂരപ്പ, എന്നോട് ആപത്തുക്കളെല്ലാം ഒന്ന് ശമിപ്പിക്കണം. അതോട് എന്താ കാഠിന്യത്തെ കുറച്ച് തരണമെന്നില്ലേ പ്രാർത്ഥന മണ്ണിക്കറ ഭട്ടത്തിൽ. ഹരേ കൃഷ്ണ.